എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാറില്ല. എല്ലാവരും പോയി കാണുക. കണ്ണ് നിറഞ്ഞിറങ്ങി ഫുൾ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. കുറച്ച് നാൾ കഴിഞ്ഞ് നല്ലൊരു സിനിമ കണ്ടൊരു ഫീലുണ്ട്. കുഡോസ് ടു ദ ഡയറക്ടർ. ദി ആക്ടേഴ്സ് രണ്ടുപേരും ബ്യൂട്ടിഫുൾ ആണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ ഒന്ന് കാണുക. യെസ്, ദാറ്റ്സ് ഇറ്റ്. ബ്രോ, ഞാൻ ഇത്ര നേരം കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. സീൻ പടാ ബ്രോ. എല്ലാവരും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ലൈക്ക് കണ്ണും പൂട്ടി വരിക, എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ തിരിച്ച് വെളിയിൽ പോകുള്ളൂ. ദാറ്റ്സ് ഓൾ. ഞാൻ ഗ്യാരണ്ടി തരികയാണ്. കണ്ണും പൂട്ടി വരിക. പുതിയ രണ്ട് ആർട്ടിസ്റ്റുകളെ കൈ നീട്ടി സ്വീകരിക്കുക. അവരുടെ പെർഫോമൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സൈഡും അടിപൊളിയായിട്ടുണ്ട്. സിദ്ദിഖ് സർ കൊമ്മോ, ആ മനുഷ്യൻ മാഷല്ലാ ബ്യൂട്ടിഫുൾ, എല്ലാം കൊണ്ടും അടിപൊളി. ഞാൻ മുഖമൊന്ന് കഴിയാൻ പറ്റും പോയതാ. ഇപ്പം തന്നെ ഒരുപാട് കണക്റ്റഡ് ആണ്. എന്താ പറയുക, പ്രണയിക്കുന്ന ആൾക്കാർക്ക് വീണ്ടും പ്രണയിക്കാൻ തോന്നും. പിന്നെ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഭയങ്കര സങ്കടം തോന്നും. കരയാണ്ട് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ഓർത്തില്ല, ഇത്രയും കരയിപ്പിക്കുന്ന ഓർത്തില്ല സത്യം. സിദ്ദിഖ് സാറൊക്കെ ഒരു രക്ഷയില്ല. ലാലേട്ടനൊക്കെ എന്താ പറയുക, നമ്മൾ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെയൊക്കെ പടം കാണുന്ന പോലെ തന്നെ സിദ്ദിഖ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിന് വേറൊരു വൈബാണ്. ഒരു രക്ഷയില്ല. കാർത്തികൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ നായിക ഒരു രക്ഷയില്ല കേട്ടോ. 2 കഥാപാത്രവും ഒരു രക്ഷയില്ല. ഇപ്പം ഞാൻ മിക്കവിടെ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ കാണില്ല. അത്ര ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു 2-3 തവണ കാണുക. പക്ഷേ ഞാനിപ്പോൾ ആ തിയേറ്ററിൽ ഇരുന്ന് തന്നെ പലരെ റിക്വസ്റ്റ് ചെയ്തു, ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. കാണണം, എന്താ പറയുക, വീണ്ടും കാണാൻ വരും തീർച്ചയായിട്ടും. കാരണം ഒരു രസമുണ്ട്, ഒരു കണ്ടിരിക്കാൻ രസമുണ്ട്. എൻ്റെ വൈബിൽ തന്നെ ആ ഒരു ഇത് പോകുന്നുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റൈല് ഒക്കെ ഫസ്റ്റ് ആ ഒരു ഫോട്ടോ വെച്ച് സ്റ്റൈല്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കളർഫുൾ മൂവി, കോസ്റ്റ്യൂം ഒക്കെ ഒരു രക്ഷയില്ലേ. സ്നേഹം സൂക്ഷിക്കുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പരിപാടിയാണ്. ഒരു കംപ്ലീറ്റ് പാരഡൈം ഷിഫ്റ്റാണ്. ജോണർ വൈസ് നോക്കുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൽ നിന്നൊരു പാരഡൈം ഷിഫ്റ്റ് തന്നെയാണ്. കറക്റ്റ്, ലൈക്ക് ജോണർ ജമ്പിങ് ആയിരുന്നു പടത്തിൻ്റെ. നല്ല രസം. മ്യൂസിക്കലാണ്. അറ്റ് ദ സെയിം ടൈം ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്. എല്ലാവരും നല്ല ആ ഗ്യാങ് ആയാലും സിദ്ദിഖൊക്കെ ആയാലും നായകൻ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതൽ വർക്ക് ആയ സെക്കൻഡ് ഹാഫ് എനിക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റായി. ആൻഡ് there were few drops of tears. ലൈക്ക് അത് സ്നേഹം അല്ലെങ്കിൽ പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും കണക്റ്റ് ആവാൻ പറ്റുന്നൊരു പടം തന്നെയാണ്. ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ കളർഫുൾ തിങ് വാട്ട് യു സീ. ലൈക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനം ഡിഫറെൻ്റ് ആണ്. ആലപ്പുഴ നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവിൽ, സാജിദ് ഹിഹായുടെ പെർസ്പെക്റ്റീവിൽ ആലപ്പുഴ കണ്ടു. അടിപൊളി സിനിമ. ഒരു ഇമോഷൻ ശരിക്കും നന്നായിട്ട് കണക്റ്റായി. ഇമോഷണലി പ്രേമിച്ചവർക്കും പ്രണയം നഷ്ടമുള്ളവർക്കൊക്കെ മനസ്സിലാവും. താങ്ക് യു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫൊക്കെ അടിപൊളിയാണ്. കുഴപ്പമില്ല, വളരെ ഇഷ്ടപ്പെട്ടു. ഒരു നാച്ചുറലായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അതെ, അല്ല അങ്ങനെ നമുക്ക് ചില ഇതൊക്കെ ഉണ്ട്, എന്നാലും വളരെ നല്ലൊരു സ്റ്റോറി ലൈനാണ്. ഇതും വർക്കൗട്ട് ആവും, ഇത് എന്തായാലും സക്സസ് ആവും. അതെ മറ്റുള്ളവർക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഡെഫിനറ്റ്ലി നല്ല മൂവിയാണ്. ഇഷ്ടപ്പെട്ടു. കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു മൂവി കണ്ടിട്ട് നമ്മളുടെ ഒരു ഇതുമില്ലേ, ശരിക്കും ഇങ്ങനെ കാണാൻ നമ്മുടെ കണ്ണിന് ഭയങ്കര സന്തോഷം തോന്നുന്ന ഓരോ സീനറികൾ, ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നെ ആ ബോയ് ഇല്ലേ, അവന് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഗേളും ഭയങ്കര സൂപ്പറായിരുന്നു. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല കഥ പോകുന്നത്. അവസാനം കുറേ കരയേണ്ടി വന്നു, കരഞ്ഞു ഭയങ്കരമായിട്ട്. നമ്മൾ ഇഴുകി ചേർന്ന് പോകും ആ മൂവിയിൽ. ഇതെന്തായാലും ഒരു 100 ദിവസം ഉറപ്പായിട്ട് ഓടും. ഈ കൽബെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ലവ് അഫെയർ അങ്ങനത്തെ മൂവീസൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ പോകുന്നത്. പക്ഷേ ഇത് എന്തായാലും ഡിഫറെൻ്റ് ആണ്. ഇത് കാണണം, ഫീൽ ചെയ്യണം ശരിക്കും. എവ്രി വൺ. അതിനൊരു ഏജ് ബാർ ഇല്ല, അല്ലെങ്കിൽ അഡൽസിന് കാണാൻ അങ്ങനെയില്ല. ഓൾ ക്ലാസസ് ഓഫ് പീപ്പിൾ ക്യാൻ വ്യൂ ദിസ്. സച്ച് എൻ അമേസിങ് വൺ. ഒന്നുമില്ല പറയാൻ, പക്ഷേ ഞാൻ ഒന്നും പറയത്തില്ല. നിങ്ങൾ പോയി കാണണം, കണ്ടിട്ട് പറയാം. ഭയങ്കര രസമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ഞങ്ങൾ ഒന്നും പറയാനില്ല, നന്നായിരിക്കുന്നു. അല്ല, എനിക്ക് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് വളരെ നന്നായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്.
ചില ഖൽബിൽ തന്നെ പതിഞ്ഞു. സൂപ്പറായിരുന്നു. അടിപൊളി പടം. ഫസ്റ്റ് ഹാഫ് കുറേ ചിരിക്കാനുണ്ട്, സെക്കൻഡ് ഹാഫ് കുറേ കരയാനുണ്ട്. അപ്പോൾ ഓൾ സോർട്സ് ഓഫ് ഇമോഷൻസ് എന്തായാലും നിങ്ങൾക്ക് വരും. സോ ഐ ലവ്ഡ് ഇറ്റ് ഫോർ ഷുവർ. സെവനൊന്നുമല്ല, കുറേ ഇമോഷൻസ് വന്നിരുന്നു. പക്ഷേ അത് ഓരോരോ സ്റ്റേജും നന്നായിട്ട് ഫീൽ ചെയ്യാനുണ്ട് ഫോർ ഷുവർ. It's a very, very sweet love story. So if you've ever fallen in love, you'll feel it like very, very intense. It's just very sweet. So whoever wants a feel-good movie, you can go watch. അതെ കുറേ വെരി എൻ്റർടൈനിങ് ആൻഡ് വെരി നൈസ് സോങ്സ് ആസ് വെൽ. അപ്പോൾ അത് കേട്ടിരിക്കുക. ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് ഐ ബി ലിസ്ണിംഗ് ടു ഓൾ ദ സോങ്സ് ദാറ്റ് കൽബ് ഹാസ്. ഇറങ്ങി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, ഭയങ്കര ഇമോഷണലാണ്. ഒന്ന് പ്രണയിച്ചിട്ടുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കേസാണ്. അതുപോലെ തന്നെ ഫാമിലി ആണെങ്കിലും എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്നൊരു നല്ല മൂവി തന്നെയാണ് കണ്ടു. സിനിമയുടെ ഒരു ഫ്രെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഫ്രെയിമിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ചില സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് ഷാരൺ ശ്രീനിവാസിൻ്റെ ബ്രില്യൻസ് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ സാജിദ് യാഹിയ പുള്ളിയുടെ കരിയർ ബെസ്റ്റാണെന്ന് ഞാൻ പറയുന്നു. അത് അത്ര നന്നായിട്ടുണ്ട്.